കാലടി പഞ്ചായത്തിന്റെ ബസ് ടെർമിനൽ നിർമ്മാണം അശാസ്ത്രീയമെന്ന് LDF. UDF ഭരിക്കുന്ന കാലടി പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുന്ന ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അശാസ്ത്രീയമാണെന്നും ഇതിനെതിരെ LDF കാലടി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പടിക്കൽ നിന്നും തുടങ്ങിയ പ്രകടനം കാലടി പട്ടണം ചുറ്റി പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. ധർണാ സമരം CPIM അങ്കമാലി ഏരിയ സെക്രട്ടറി KP രജീഷ് ഉദ്ഘാടനം ചെയ്തു. MC റോഡ് നമുക്ക് 6 വരി പാതയാക്കണം എന്ന് പറഞ്ഞാൽ ദേശീയപാതയുടെ ഭാഗമായി കടന്നു പോകുന്ന ഇന്ന് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിനോടൊപ്പം തന്നെ MC റോഡ് 6 വരി പാതയാകുന്നു എന്ന് കാണുന്നു. അതോടൊപ്പം മലയോര ഹൈവേ വരുന്നു, തീരദേശ ഹൈവേ വരുന്നു. ഇങ്ങനെ ഗതാഗതത്തിന്റെ കാര്യത്തിൽ കേരളത്തിനകത്ത് വിപ്ലവകരമായ മാറ്റമാണ് വരാൻ പോകുന്നത്. വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിനകത്ത് വരാൻ കഴിയുന്നത്. ഗോപകുമാർ കാരിക്കോത്ത് അധ്യക്ഷനായി. MC റോഡ് 6 വരി പാതയാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ആ സാഹചര്യത്തിൽ പിന്നീട് കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം വരും. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി തെറ്റായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കാലടിയിൽ നടന്ന പ്രതിഷേധത്തിൽ അങ്കമാലി കാലടി മേഖലയിലുള്ള സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പങ്കെടുത്തു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയത് മൂലം കാലടിയിൽ ഗതാഗത കുരുക്കും ബസ് സർവീസ് പ്രതിസന്ധിയിലുമാണ്. പ്രതിഷേധ സമരത്തിൽ LDF നേതാക്കളായ MT വർഗീസ്, M മുകേഷ്, മാത്യൂസ് കോലഞ്ചേരി, ബേബി കാക്കശ്ശേരി, ജെയ്സൺ പാനിക്കുളങ്ങര, മാർട്ടിൻ മുണ്ടാടൻ, സിജോ ചൊവ്വരൻ, APGB എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.